ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ വളരെ പ്രശസ്തമായ മാമുണ്ണണേ എന്ന കവിത ഇവിടെ ചൊല്ലി സമർപ്പിക്കുകയാണ്. വെയിലു കൊണ്ടു നിൻ പൂവുടലയ്യോ താളു പോലെ തളർന്നു പോയി മണ്ണിലോടിക്കളിച്ചതു മതി കണ്ണനുണ്ണി മാമുണ്ണണേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. മങ്ങിടുന്നു വിശപ്പാൻ നിൻമുഖം കിങ്ങിണി കിഴിഞ്ഞിടുന്നു നിന്നമ്മക്കിതു കാണാൻ വയ്യല്ലോ കണ്ണനുണ്ണി മാമുണ്ണണേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. പർത്തുപേരിയും കാളനും ചോറും കട്ടത്തൈരും തമ്മന്തിയും വെണ്ണ നെയ്യും വിളമ്പിട്ടുണ്ടീത കണ്ണനുണ്ണി മാമുണ്ണണേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഉപ്പുമാമ്പഴം രാമയ്യങ്കറി ഉപ്പിലിട്ടതു പപ്പടം എന്നിതെല്ലാം വിളമ്പിട്ടുണ്ടീത കണ്ണനുണ്ണി മാമുണ്ണണേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ
ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. നിന്നൂടെ പൊന്നിങ്കിണ്ണത്തിൻ ചുറ്റും ധന്യരാം ഗോപ ബാലന്മാർ കിണ്ണവും വച്ചു കാത്തിരിക്കുന്നു കണ്ണനുണ്ണി മാമുണ്ണണേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കൊമ്പും ചൂരലും കക്ഷത്തിൽ വയ്ക്കാം, പമ്പരം വയ്ക്കാം അംഗത്തിൽ. അന്യന്മാരാരും വന്നെടുക്കില്ല കണ്ണനുണ്ണി മാമുണ്ണണേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കൃഷ്ണയോടെ വരുന്നു ശങ്കരൻ വിഷ്ണു നിർമാല്യമുണ്ണാനും പുണ്യം നേടാനും കാകവേഷത്തിൽ കണ്ണനുണ്ണി മാമുണ്ണണേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ലാക്കു നോക്കുന്നു നീയുണ്ട കിണ്ണം നക്കി തോർത്തിത്തു വയ്ക്കുവാൻ. ലാക്കു നോക്കുന്നു നീയുണ്ട കിണ്ണം നക്കി തോർത്തി നുണയ്ക്കുവാൻ. വിണ്ണവർ വിടലാംഗം പൂണ്ടവർ കണ്ണനുണ്ണി മാമുണ്ണണേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. വെണ്ണ പാൽ പഞ്ചസാര പായസമെന്നിവയെല്ലാം ധാരാളം ഉണ്ണുകിൽ വെളുത്തിടും നിന്നൂടൽ കണ്ണനുണ്ണി മാമുണ്ണണേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കട്ടത്തൈരും പരിപ്പും വെണ്ണയും ചട്ടവും കൂട്ടിയുണ്ണാൻ ഞാൻ. ചൂർണ കുന്തളം നീളം വയ്ക്കില്ല കണ്ണനുണ്ണി മാമുണ്ണണേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ
ആരു കൊണ്ടുപോയി? കാക്ക കൊണ്ടുപോയി, പൂച്ച കൊണ്ടുപോയി ചോറെല്ലാം. കിണ്ണത്തിലൊന്നും ഇല്ലാതാവാറായി കണ്ണനുണ്ണി മാമുണ്ണണേ, കണ്ണനുണ്ണി മാമുണ്ണണേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. കണ്ണനുണ്ണി മാമുണ്ണണേ, കണ്ണനുണ്ണി മാമുണ്ണണേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയുമനുപമസുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികെ ഒന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നൊരു ജന്മപശുവിനുടെ കഥ നന്ദജൻ തൻ്റെ കാതിൽ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭൂലോക വൈകുണ്ഠപുരിയുടെ നാഥൻ ഭാമാകാന്തനായ ഭൂമിപതിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ അനൽപമായ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ 951 ദിവസം സമർപ്പിക്കപ്പെടുകയാണ്. കാവ്യകൗസ്തുഭം ഒട്ടൂറുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ വളരെ പ്രശസ്തമായ ഭാഗവത സപ്താഹവേദികളിൽ ആചാര്യന്മാർ ഭഗവാന് ഉച്ചസമയത്ത് ഭഗവാന് നിവേദ്യം സമർപ്പിക്കുന്ന സമയത്ത് പാടുന്ന വളരെ വിശേഷമായിട്ടുള്ള കണ്ണനുണ്ണി മാമുണ്ണണേ എന്ന ആ വരികളാണ് നമ്മൾ ഇന്ന് ഇതിനു മുന്നോടിയായി പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇവിടെ ദ്വാദശസ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ മാർക്കണ്ഡേയൻ്റെ സ്തുതി. ആ സ്തുതിയിൽ ആദ്യത്തെ 3 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത്. അതിൽ പറയുന്നു, അവിടുത്തെ ആ അംഘ്രിമൂലത്തെ അഹം ഭജാമി തസ്യ തവ അംഘ്രിമൂലം, ആ അങ്ങയുടെ അംഘ്രിമൂലത്തെ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷിതാവായും സ്ഥാവരജംഗമങ്ങളുടെ നിയന്താവായുമായിരിക്കുന്ന അവിടുത്തെ പാദാരവിന്ദങ്ങളെ അഹം ഭജാമി, ഞാൻ ഭജിക്കുന്നു എന്ന് പറഞ്ഞു. അഭീക്ഷ്ണം ധ്യായന്തിം, നിരന്തരം ധ്യാനിക്കുന്നു എന്ന് അവിടെ സൂചിപ്പിച്ചു. നാന്യം തവാഘ്രുപനയാദപവർഗമൂർത്തെ ക്ഷേമം ജനസ്യ പരിതോഭിയ ഈശവിത്മ ബ്രഹ്മാ ബിഭേത്യലമതോദ്യുപരാർത്ഥധിഷ്ണ്യ കാലസ്യത്തെ കിമുത തത്കൃത ഭൗതികാനാം. 43-ാമത്തെ ശ്ലോകം. പരിതോഭിയ ജനസ്യ, എല്ലാ ഭാഗത്തും ഭയത്തോടുകൂടിയ ജനത്തിന്, അപവർഗമൂർത്തേ തവ, മോക്ഷസ്വരൂപനായിരിക്കുന്ന, അപവർഗം മോക്ഷം, അപ്പം മോക്ഷമൂർത്തിയായിരിക്കുന്ന അങ്ങയുടെ അഘ്രുപനയാത്, പാദാരവിന്ദ പ്രാപ്തിയിൽ നിന്ന് അന്യം ക്ഷേമം, അന്യമായ ക്ഷേമത്തെ ഈശ, ഹേ ഈശ്വര, വിത്മ, ഞങ്ങൾ അറിയുന്നില്ല. ദ്യുപരാർത്ഥധിഷ്ണ്യ, 2 പരാർത്ഥകാലം നിലനിൽക്കുന്ന സ്ഥാനത്തോടുകൂടിയ ബ്രഹ്മ, ബ്രഹ്മാവിന് അല്ലെങ്കിൽ ബ്രഹ്മാവ് കാലസ്യാത്തെ, കാലസ്വരൂപനായ അങ്ങയിൽ നിന്ന് അലം ബിഭേതി, ഏറ്റവും ഭയപ്പെടുന്നു. തത്കൃത ഭൗതികാനാം കിമുത, അവനാൽ നിർമ്മിക്കപ്പെട്ട ഭൗതികങ്ങളുടെ കഥ പിന്നെ പ്രത്യേകിച്ച് പറയണോ? സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പോലും
കാലമൂർത്തിയായ അങ്ങയെ ഭയപ്പെടുന്നു എന്നാണ്. ഹേ സർവേശ്വര, സകല ലോകങ്ങൾക്കും നാശമുണ്ട് എന്ന ഭയത്തോടു കൂടിയ ജനത്തിന് ഒരു കാലത്തും നശിക്കാത്ത അവിടുത്തെ പാദാരവിന്ദങ്ങളെ പ്രാപിച്ചാൽ മാത്രമേ, അതിനെ അഭയമായി സ്വീകരിച്ചാൽ മാത്രമേ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ, ഭയരഹിതമായ ക്ഷേമത്തിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ എന്ന് ഞങ്ങൾ അറിയുന്നില്ല. സമസ്ത ലോകങ്ങളുടെയും സൃഷ്ടികർത്താവായ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിൻ്റെ സ്ഥാനവും ദ്വിപരാർത്ഥകാലം, 2 പരാർത്ഥകാലം കൊണ്ട് നശിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ പുരികക്കൊടിയുടെ പുരികക്കൊടിയുടെ ചലനം, അതാണ് കാലം എന്ന് പറയുന്നത്. അപ്പോൾ പുരിക ചലന രൂപമായ കാലത്തിൽ നിന്നുള്ള ഭീതി ബ്രഹ്മാവിന് പോലും ഉണ്ടെന്നിരിക്കെ, ബ്രഹ്മാവ് സൃഷ്ടിച്ച ലോകങ്ങൾക്കും പ്രാണികൾക്കും ഈ ഭൗതികതയ്ക്ക് മുഴുവൻ, തൽകൃത ഭൗതികാനം, അതിന് മുഴുവൻ നാശമുണ്ട്, അല്ലെങ്കിൽ നാശത്തിൽ ഭയമുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പോലും 2 പരാർത്ഥം കഴിഞ്ഞാൽ നശിക്കുന്നു, അല്ലെങ്കിൽ പുതിയ ബ്രഹ്മാവ് വരുന്നു. ഇപ്പോഴത്തെ ബ്രഹ്മാവ് പത്മജ ബ്രഹ്മാവ് എന്നാണ് അറിയപ്പെടുക. തദ്വൈ ഭജാമ്യുതധിയസ്തവ പാദമൂലം ഹിത്വേദമാത്മഛതി ചാത്മഗുരോ പരസ്യ ദേഹാദ്യപാർത്ഥമസദന്ത്യമഭിജ്ഞമാത്രം വിന്ദേത തേ തർഹി സർവമനീഷിതാർത്ഥം. തത്, അത് കാരണം, ആത്മച്ഛതി അപാർത്ഥം, ആത്മാവിനെ മറയ്ക്കുന്നതും നിഷ്ഫലവും അസത്ത് തുച്ഛവും അഭിജ്ഞ മാത്രം അറിവിൽ നിന്ന് അന്യമല്ലാത്തതും അന്ത്യം നാശമുള്ളതുമായ ഇതം ദേഹാദി, ഈ ദേഹാദിയെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് ആത്മഗുരോഹോ, ആത്മാവായ ജീവന്റെ ഗുരുവായി, നിയന്താവായി, പരസ്യ കാര്യകാരണ സംഘാതത്തിൽ നിന്ന് വിട്ടിരിക്കുന്നവൻ, വേറിട്ടിരിക്കുന്നവൻ, ഋതധിയ സത്യസങ്കല്പത്തോടു കൂടിയവനായ തവ പാദമൂലം, അവിടുത്തെ ആ പാദമൂലത്തെ ഭജാമി, ഞാൻ ഭജിക്കുന്നു, അഹം ഭജാമി എന്ന് തന്നെ. തർഹി, എന്നാൽ തേ സർവമനീഷിതാർത്ഥം വിന്ദേത, അങ്ങയിൽ നിന്ന് സർവമനീഷിതാർത്ഥം, ആഗ്രഹിക്കുന്നത് മുഴുവൻ ലഭിക്കുകയും, അല്ലെങ്കിൽ ആ കാര്യം സർവവും പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ ആത്മാവിനെ മറയ്ക്കുന്ന ആത്മച്ഛതി, നിഷ്ഫലമായ തുച്ഛമായ സങ്കല്പമാത്രയിൽ ഉള്ളതുപോലെ തോന്നുന്നതും നശ്വരവുമായ ഈ ദേഹാദിഭാവത്തെയും അതിൻ്റെ ഭജനത്തെയും ഉപേക്ഷിച്ചിട്ട് സർവാത്മന ഭജിക്കുന്നവരെ മുഴുവൻ സന്താപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, അവരെ മുഴുവൻ മോചിപ്പിക്കും എന്ന ദൃഢനിശ്ചയം, സത്യപ്രതിജ്ഞയോടുകൂടിയ ജീവന്റെ നിയന്താവും കാര്യകാരണ സംഘാതമായ ദേഹാദിഭാവത്തിൽ നിന്ന് ആത്മസ്വരൂപമായി വേറിട്ടിരിക്കുന്നവരുമായ അവിടുത്തെ പാദമൂലത്തെ അഹം ഭജാമി, ഞാൻ ഭജിക്കുന്നു. ആ ഭജനം കൊണ്ട് മോക്ഷം ലഭിക്കും എന്നുള്ളത് നേരത്തെ പറഞ്ഞു. അപവർഗമൂർത്തേ എന്നാണ് ഭഗവാനെ നേരത്തെ വിളിച്ചത്. അപ്പോൾ മോക്ഷം ലഭിക്കുക മാത്രമല്ല, ധർമാർത്ഥ കാമം, മറ്റ് 3 പുരുഷാർത്ഥങ്ങളുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണ് 4 പുരുഷാർത്ഥങ്ങൾ. ഇതിൽ ധർമ്മം, അർത്ഥം, കാമം എന്നിവയും അതിലേതെങ്കിലും ഒന്ന് ആവശ്യമുണ്ടെങ്കിലും അന്യദേവനെ ഭജിക്കണം എന്ന് തോന്നണ്ടെന്നാണ്. കാരണം അങ്ങയുടെ പാദപത്മത്തെ ആശ്രയിക്കുന്നവർക്ക് തീർച്ചയായും അത് അങ്ങയിൽ നിന്ന് തന്നെ ലഭിക്കും. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനന് നൽകിയ ഉപദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അവിടുത്തെ വാണിയാണ്. അവിടുന്ന് ഋതധിയഃ, സത്യസങ്കല്പത്തോടു കൂടിയവനാണ്. അതിനൊരിക്കലും നാശം സംഭവിക്കില്ല.
അതുകൊണ്ട് ഭഗവാനെ ഞാൻ അവിടുത്തെ ഭജിക്കുന്നു, ആ പാദസരോജത്തെ ആഗ്രഹിക്കുന്നു, ആ പാദസരോജ സുഗന്ധത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. സത്വം രജസ്തമ ഇതീശ തവാത്മബന്ധോ മായാമയാ സ്ഥിതിലയോദയ ഹേതവോസ്യ ലീലാധൃത യദപി സത്വമയീ പ്രശാന്ത്യൈ നാന്യേ നൃണാം വ്യസനമോഹഭിയഷ്ടയാഭ്യാം. ഈശ ആത്മബന്ധു, ആത്മബന്ധുവാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഈശ്വര, തവ മായാമയാഹ, അങ്ങയുടെ മായാൽ കൽപ്പിതമായ സത്വരജസ്തമ ഇതി മൂർത്തയഃ, സത്വഗുണം തമോ ഗുണം രജോ ഗുണം ഇവ ചേർന്നിട്ടുള്ള മൂർത്തികൾ, അസ്യ ഈ ലോകത്തിൻ്റെ സ്ഥിതിലയോദയ ഹേതവ, രക്ഷ ലയം ഉദ്ഭവം ഇവയ്ക്ക് കാരണങ്ങളായിട്ട് ലീലാധൃതായതപി, ലീലയാ ധരിക്കപ്പെട്ടവ തന്നെയാണെങ്കിലും നൃണാം പ്രശാന്തൈഹി, മനുഷ്യർക്ക് പ്രകർഷേണയുള്ള ശാന്തിക്കായി സത്വമയീ, ആ സത്വപ്രധാനമായിട്ടുള്ള മൂർത്തി തന്നെയാണ് വേണ്ടത്. അന്യേന മറ്റതല്ല. യാഭ്യാം യാതൊന്നുകളിൽ നിന്ന് വ്യസനമോഹഭീയാച ഭവന്തി, വ്യസനം മോഹം ഭീതി ഇവ ഉണ്ടാവുന്നു. ബ്രഹ്മാവും രുദ്രനും ഭഗവാന്റെ സ്വരൂപങ്ങൾ തന്നെയല്ലേ എന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഒരു പ്രാധാന്യം എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ അതിന് പറയുകയാണ്, സംസാരബന്ധത്തിൽ നിന്ന് ജീവന്മാരെ മോചിപ്പിക്കുന്ന ആത്മബന്ധുവായിരിക്കുന്ന ഈശ്വര, ലോകത്തിൻ്റെ പരിപാലനം, സംഹാരം, ഉദ്ഭവം. അപ്പോൾ സ്ഥിതി സംഹാരം സൃഷ്ടി അങ്ങനെയാണ് പറഞ്ഞത്. സൃഷ്ടിസ്ഥിതി സംഹാരം എന്നല്ല പറഞ്ഞത്, മറിച്ച് സ്ഥിതി സംഹാരം സൃഷ്ടി, ഇങ്ങനെ മായാമയങ്ങളായ മൂർത്തികൾ എല്ലാം അങ്ങ് തന്നെ. ആ മൂർത്തികളിൽ സൃഷ്ടിയാദിലീലകൾ നടത്തുന്നത് അങ്ങ് തന്നെയാണ്. മനുഷ്യർക്ക് സംസാരബന്ധത്തെ നശിപ്പിച്ച പരമശാന്തിയായ മോക്ഷം നൽകുന്നതും അതിന് ഏറ്റവും നല്ലത് സത്വപ്രധാനമായ മൂർത്തിയാണ്. രജോ ഗുണത്തിൻ്റെ ബ്രഹ്മാവോ തമോ ഗുണത്തിൻ്റെ രുദ്രനോ പരമശാന്തി പലപ്പോഴും നൽകുന്നില്ല എന്ന് മാത്രമല്ല, ആ മൂർത്തികളെ ഉപാസിക്കുന്നവർക്ക് വ്യസനം വ്യസനമോഹഭിയഃ ച ഭവന്തി, വ്യസനം മോഹം ഭയം എന്നിങ്ങനെ വിപരീതമായിട്ടുള്ള ഫലങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങയെ മാത്രം ആശ്രയിക്കുന്നു, അഹം ഭജാമി. അങ്ങനെയുള്ള ആ 45-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ 46-ാമത്തെ ശ്ലോകം മുതൽ. ഹരേ കൃഷ്ണ. രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം.
കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ
പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.